അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നും ഒരു വോയിസ് ഓവർ വീഡിയോ ആണ്. കേരളത്തിലെ സമസ്ത വിഭാഗത്തിലെ പ്രമുഖ പണ്ഡിതനും പ്രഭാഷകനുമായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പ്രസംഗത്തിലെ വൈരുദ്ധ്യങ്ങളെയും വിശ്വാസകാര്യങ്ങളിൽ പാലിക്കേണ്ട മുൻഗണനാ ക്രമങ്ങളെയും പ്രയോറിറ്റി വിശകലനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. സ്വലാത്തിലെ സയ്യിദന എവിടെ നിന്ന് വന്നു എന്നുള്ളതും ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് നൽകിയ വസിയത്തിനെക്കുറിച്ചുമാണ് ഇതിൽ പരാമർശിക്കുന്നത്. 2 ദിവസമായി സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പ്രവാചകന്റെ മേലുള്ള സ്വലാത്തിനെ കുറിച്ചുള്ള പ്രസംഗം വലിയ ചർച്ചകൾക്കാണ് വഴിതെളിയിക്കുന്നത്. പേരോട് ഉസ്താദിന്റെ ആ വീഡിയോയുടെ അല്പം കണ്ടുവരാം. അതേ സൽക്കർമ്മങ്ങളിൽ അതിപ്രധാനമാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. സലാത്തിയുൽ നിർബന്ധാണ്, സുന്നത്തല്ല. സലാത്ത് നിർബന്ധാണ്. അല്ലാഹു പറഞ്ഞില്ലേ സല്ലൂ സലാത്തിയല്ലോന്ന്, പിന്നെ നിർബന്ധാണ്ട് പോ അല്ലല്ലേ പറഞ്ഞു സലാത്തില്ല. പ്രശസ്ത മതപ്രഭാഷകൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഈ വീഡിയോ 2 ദിവസമായി സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം കറങ്ങി സ്വലാത്തിന്റെ മഹത്വവും അത് ചൊല്ലേണ്ടതിൻ്റെ ആവശ്യകതയും അദ്ദേഹം ഖുർആൻ സൂക്തങ്ങൾ ഉദ്ധരിച്ചാണ് വിവരിക്കുന്നത്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈ ആയത്തിറങ്ങിയ ആ ഒരു സാഹചര്യമുണ്ട്. ഈ ആയത്തിറങ്ങിയപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സച്ചരിതരായ സ്വഹാബത്തെ ഇക്റാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രഗത്ഭരായ സ്വഹാബി വര്യന്മാർ വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ എങ്ങനെയാണ് സലാം പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ടത് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാൻ്റെ റസൂല് അവിടെ ചൊല്ലിക്കൊടുത്ത ഒരു സ്വലാത്തുണ്ട്. ആ സ്വലാത്ത് അതേപോലെയാണോ ഇവർ ചൊല്ലുന്നത്? നമുക്കൊന്ന് കേട്ടിട്ട് വരാം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. അതിലെന്തെല്ലുണ്ട്? സലാത്തുണ്ട്, നബി തങ്ങളുടെ മദ്ഹുണ്ട്. നിങ്ങളുടെ മദ്ഹ അലാ സയ്യിദിന എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സറഫാക്കപ്പെട്ട മുഹമ്മദ് എന്ന പേരുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിമിയ സ്വലാത്താണ് സ്വഹാബത്തെ കിറാമിനെ പഠിപ്പിച്ചത്. അത് പല റിവായത്തുകളിലൂടെ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇത് ഒരു റിവായത്തിലൂടെ വന്നതാണ്. ഇനി ഇതിൽ ചെറിയ മാറ്റത്തോടെ മറ്റു റിപ്പോർട്ടുകളും ഉണ്ട്. എന്നാൽ ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ചൊല്ലിയ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്നുള്ള സയ്യിദിന, ആ സിയാദത്ത് അത് ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അള്ളാഹുവിൻ്റെ റസൂല് മതത്തിൽ ഒരു കാര്യം പഠിപ്പിച്ചു തന്നാൽ എന്താണോ പഠിപ്പിച്ചു തന്നത് അത് അതേപോലെ ചെയ്യുക എന്നുള്ളതാണ്. ഈ സയ്യിദിനെ കൂട്ടാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? ചോദിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അവരോട് ചോദിച്ചാൽ അവർ പറയുക എന്താണെന്നറിയോ? റസൂലുള്ള ആദം മക്കളുടെ ഒക്കെ സയ്യിദാണ്, അതുകൊണ്ട് ചെല്ലിന് കുഴപ്പമില്ല എന്നാ. കുഴപ്പമുണ്ടോ ഇല്ലേ എന്നുള്ളത് മക്കാലല്ലാ വമാക്കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവാണ് പറയേണ്ടത്, അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയേണ്ടത്. ഇനിയും പല വിഷയങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്, കുറച്ചുകൂടി കേൾക്കാം. ഓ സുഹൃത്തുക്കളെ, സഹാബത്തിന്റെ പേരിലും സലാത്ത് വേണം. വസല്ലിം സല്ലൂ അലൈഹി വസല്ലിമൂ. സലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞ അതേ ഖുർആൻ സലാമും ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ സലാമും ഇപ്പോൾ ചൊല്ലിയ ഈ സലാത്തിലുണ്ട്. സുഹൃത്തുക്കളെ, ആ സലാത്ത് ഏറ്റവും ചുരുങ്ങിയതൊരു 100 തവണ ദിവസേന ചൊല്ലണമെന്നും ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 100 സലാത്ത് ചൊല്ലിയിട്ടേ ഞാൻ ഉറങ്ങുകയുള്ളൂ എന്ന് തീരുമാനമെടുത്താൽ നമുക്കതും ചൊല്ലി അങ്ങ് കിടക്കാമല്ലോ. അതിന് പരിശ്രമിക്കണമെന്നും നിങ്ങളോട് ഓർമ്മപ്പെടുത്തി എല്ലാവരും എഴുന്നേറ്റുന്നൊരു സ്വലാത്തില്ല. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി വസല്ലിം. അങ്ങനെ നിങ്ങളൊന്ന് വേണേ വാച്ച് നോക്കിക്കോ. ചുരുങ്ങിയ സമയം, ചുരുങ്ങിയ സെക്കൻഡ് മതി. 10
10 മിനിറ്റ് കൊണ്ട് നമുക്ക് 100 സ്വലാത്ത് എന്തായാലും ചൊല്ലാൻ പറ്റും. അങ്ങനെ ഒരു 10 മിനിറ്റ് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി ആ നബിതങ്ങളുടെ മുഖം നമുക്ക് കാണണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊടിക്കീഴിൽ പോയി ഒരുമിച്ച് കൂടണം. അവിടുത്തെ ശറഫാക്കപ്പെട്ട മുഖം കാണാൻ സാധിക്കണം. അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടണം. അവിടുന്ന് സ്വർഗത്തിന്റെ ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോ അന അവ്വലു മൻ യുഹർരികു ഹൽഖൽ ജന്ന, സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കി ആദ്യം ഉദ്ഘാടനം ചെയ്യുന്നവൻ ഞാനാണ് എന്ന് പറഞ്ഞില്ലേ? ആ ഉദ്ഘാടനത്തിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കണം. അതിന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹാദരവ് വർദ്ധിപ്പിക്കുകയും അവിടുത്തെ പേരിൽ സ്വലാത്ത് ധാരാളം ചൊല്ലുകയും വേണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് എല്ലാവരും ഇരിക്കണം. ഇത് അങ്ങനെ നീണ്ടു നീണ്ടു പറഞ്ഞു പോകുന്നുണ്ട്. സ്വലാത്തിൻ്റെ പവിത്രത, സ്വലാത്തിൻ്റെ പ്രയോറിറ്റി, സ്വലാത്തിൻ്റെ മുൻഗണന. സ്വലാത്ത് സുന്നത്തായതുമുണ്ട്, നിർബന്ധമായതുമുണ്ട്. ചില അമലുകൾ, നിർബന്ധമായ കർമ്മങ്ങളിൽ സ്വലാത്ത്, നിസ്കാരത്തിൽ സ്വലാത്ത് നിർബന്ധമാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. സലാം പറയലും നിർബന്ധമാണ്. അതേപോലെ ഖുതുബയിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലേണ്ടതിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട്. പ്രവാചകൻ ഒരു ദിവസം ഖുതുബ നിർവഹിക്കുവാൻ വേണ്ടി മിമ്പറിലേക്ക് കയറുമ്പോൾ ഒന്നാമത്തെ പടിയിൽ കാലുവെച്ചപ്പോൾ ആമീൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പടിയിൽ കാലുവെച്ചപ്പോഴും അതേപോലെ ആമീൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ പടിയിലേക്ക് കാലുവെച്ചപ്പോഴും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറഞ്ഞു. അത് ഒന്ന്, മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന മക്കളുടെ മേൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടമേൽക്കാതിരിക്കട്ടെ. ഇത് പ്രാർത്ഥിക്കുന്നത് മലക്കുകളുടെ നേതാവായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. അതിന് ആമീൻ പറയുന്നത്, അള്ളാഹുവോട് സ്വീകരിക്കണേ എന്ന് പറയുന്നത് മാനവരിൽ മഹോന്നതൻ, ലോകത്തിൻ്റെ നായകൻ സദ്ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. രണ്ടാമത് പ്രവാചകൻ ആമീൻ പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, റമദാനിനെ ബഹുമാനിക്കാത്തവരുടെ മേൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ഏൽക്കാതിരിക്കട്ടെ. പ്രവാചകൻ ആമീൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിൽ പട്ടാപ്പകല് ഹോട്ടലിൽ കയറി മുക്കുമുട്ടെ തിന്ന് സിഗരറ്റും വലിച്ച് മുറുക്കിത്തുപ്പി ഹാൻസും തിരികെ പള്ളിയിലേക്ക് പോകാതെ പടച്ചോനെയും പേടിക്കൂല, പടപ്പേളിയും പേടിക്കൂല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഈ കാലത്തൊക്കെ കുറവാണ്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനത്തെ നിരവധി ആളുകളുണ്ടായിരുന്നു. ഇനി മൂന്നാമത് അള്ളാഹുവിൻ്റെ ഹബീബ് ആമീൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ്റെ മേൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടമേൽക്കാതിരിക്കട്ടെ. നേരത്തെ പറഞ്ഞ പോലെ ദുആ ചെയ്ത് ചില്ലറക്കാരനല്ല, ജിബ്രീൽ അലൈഹിസ്സലാമയാണ്. ഈ ഒരു ദീർഘമായൊരു കാര്യം പറഞ്ഞത് സ്വലാത്തിൻ്റെ പ്രയോറിറ്റി ഓരോ മുസ്ലിമായ മനുഷ്യനും അറിയാവുന്ന കാര്യമാണ്. ചെറുപ്പം മുതലേ കേൾക്കുന്നു. ഇതുപോലെയുള്ള പേരോട് ഉസ്താദിനെ പോലെയുള്ള ഉസ്താദുമാർ സ്ഥിരമായിട്ടത് പറയുന്നുണ്ട്. പറഞ്ഞു പിന്നീട് ഈ പറയപ്പെട്ട സ്വലാത്തിലേക്കൊന്നല്ല, പിന്നത് കൊണ്ടുപോകുക അസ്സലാത്തു അലൻ നബി കുല്ലഹ വഖ്തിൻ ദാഇമാ ലഹാ നജ്മും ഫിസ്സമാ സയ്യിദി ഖൈറൻ നബി അല്ലാഹ് ارتكبت على الخطا غير أجر وعداد لك أشكو فيه يا سيدي خير النبي എന്നുള്ള പോലെ ഷിർക്കിൻ്റെയും ബിദ്അത്തിൻ്റെയും പിഴച്ച വാദങ്ങളുടെയും കുത്തരങ്ങായ മൗലൂദ് കിതാബിലെ അസ്സലാത്തു അലൻ നബി പാടിക്കാനാണ്. ഇതൊന്നും കളിയാക്കുന്നതല്ല സഹോദരന്മാരെ. എത്ര പറഞ്ഞാലും ഈ രൂപത്തിലാണ് പോവുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല എടുത്തു പറഞ്ഞ ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാമയുടെ വസിയത്ത്, അത് വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്ത് ലുഖ്മാനിലെ 13-ാമത്തെ ആയത്തിലൂടെ അല്ലാഹ് പഠിപ്പിക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം.
വഇദ് ഖാല ലുഖ്മാന ലിബ്നിഹി വഹുവ യഅ്ളു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലളുൽമുൻ അളീം. ലുഖ്മാൻ തൻ്റെ മകന് സതുപദേശം നൽകിക്കൊണ്ടിരിക്കെ അവനോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു. എൻ്റെ കുഞ്ഞുമകനെ, നീ അള്ളാഹുവോട് പങ്കു ചേർക്കരുത്. തീർച്ചയായും ശിർക്ക് അല്ലാഹുവിൽ പങ്കുചേർക്കൽ വലിയ അക്രമം തന്നെയാണ്. പ്രിയമുള്ളവരെ, ഇത് ഈ സ്വലാത്തിൻ്റെ പ്രാധാന്യവും മഹത്വവും പ്രയോറിറ്റിയും പറയുന്ന ഈ ഒരു അവസരത്തിൽ പറയാനുള്ള കാരണം, സ്വലാത്തിനെക്കുറിച്ച് നിരന്തരം വേദികളിലെല്ലാം പറയുന്നുണ്ട്, പറയണം. എന്നാൽ 10 സ്വലാത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു തൗഹീദി വാചകം, ഷിർക്കിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ്, നമ്മിൽ ഷിർക്ക് സംഭവിച്ചു പോയാൽ, അള്ളാഹുവിൽ പങ്കുചേരുന്ന വിഷയം ഏതെങ്കിലും നമ്മിൽ സംഭവിച്ചു പോയാൽ, ആ വിശ്വാസം നമ്മിലുണ്ടായാൽ, സ്വലാത്തല്ല നമ്മുടെ ഒരു കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കില്ല. നമ്മുടെ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ നായകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, പ്രവാചകരെ, നിങ്ങളിൽ ഷിർക്ക് സംഭവിച്ചാലും നിങ്ങളുടെ അമലുകളും പൊളിഞ്ഞു പോകും. നമുക്ക് ഇൻഷാ അല്ലാഹ് ഏതായത്തെന്ന് പറയാം. ലുഖ്മാനുൽ ഹക്കീം തൻ്റെ മകനോട് പറയുന്ന ആ വസിയത്ത്, എൻ്റെ കുഞ്ഞുമകനെ, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. തീർച്ചയായും ഷിർക്ക് വലിയ അക്രമമാണ്. ഈ മൗലികമായ പഠനം ജനങ്ങളിൽ എത്തിക്കാൻ ഇവർ തയ്യാറാവുന്നുണ്ടോ? ഇവർക്ക് അതിന് സമയമുണ്ടോ? ഇല്ല. ഇവർ സ്വലാത്ത് പറയും, സ്വലാത്ത് പറഞ്ഞാലേ ഉള്ളൂ മൗലൂദ് കിതാബ് പൊടിതട്ടിയെടുക്കാൻ പറ്റുക. ഇനി നേരത്തെ സൂചിപ്പിച്ച ആ കാര്യം, കർമ്മങ്ങൾ നിഷ്ഫലമാകുന്നൊരവസ്ഥ, പ്രവാചകന്മാരോട് പോലും അള്ളാഹു ഖുർആനിലൂടെ താക്കീത് നൽകിയത് എന്താണ്? ഷിർക്ക് സംഭവിച്ചാൽ, ഷിർക്ക് ചെയ്താൽ, മനസ്സിൽ ഷിർക്ക് വന്നു പോയാൽ, അള്ളാഹുവിൽ പങ്കു ചേർത്താൽ കർമ്മങ്ങളെല്ലാം പാഴായി പോകുമെന്നാണ് 39-ാം അധ്യായം 65-ാം വചനത്തിലൂടെ അള്ളാഹു അതാണ് പഠിപ്പിക്കുന്നത്. തീർച്ചയായും നിനക്കും നിൻ്റെ മുൻപുള്ളവർക്കും സന്ദേശം നൽകിയിട്ടുള്ളത് ഇതത്രേ, അള്ളാഹുവിന് നീ പങ്കാളിയെ ചേർക്കുന്ന പക്ഷം തീർച്ചയായും നിൻ്റെ കർമ്മം നിഷ്ഫലമായി പോകുകയും തീർച്ചയായും നീ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ആകുകയും ചെയ്യും. ഇത് പൊന്നു സഹോദരന്മാരെ, നിങ്ങളോടും എന്നോടും മാത്രമല്ല, ഇത് അള്ളാഹുവിൻ്റെ ഹബീബിനോടാണ് ഈ പറയുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ്, നേരത്തെ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്രതയെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ആ പുണ്യപ്രവാചകൻ്റെ അമല് പോലും പൊളിഞ്ഞു പോകും പ്രവാചകനിൽ ഷിർക്ക് സംഭവിച്ചാൽ എന്നാണ്. പ്രവാചകനിൽ ഷിർക്ക് സംഭവിക്കൂല എന്നല്ല പറഞ്ഞത്, സംഭവിച്ചാൽ പൊളിഞ്ഞു പോകുന്ന. ധാരാ പറയുന്നത്? അള്ളാഹു ആണ് പറയുന്നത്. ഇത്ര ഗൗരവകരമായ ഒരു വിഷയം മറച്ചു വെച്ച് കേവലം സുന്നത്തായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ത് സന്ദേശമാണ് ഇവർ നൽകുന്നത്? പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചെല്ലൽ പുണ്യമാണ്, നിർബന്ധമാണ്, അതിന് പ്രയോറിറ്റി ഉണ്ട്. എന്നാൽ ആ സ്വലാത്ത് പോലും പൊളിഞ്ഞു പോകുന്ന, ആ സ്വലാത്ത് മാത്രമല്ല മുഴുവൻ അമലുകളും പൊളിഞ്ഞു പോകുന്ന ഷിർക്കിനെക്കുറിച്ച് എന്തുകൊണ്ട് ബോധവൽക്കരണം നടത്തുന്നില്ല? ഇത്രയും പറഞ്ഞത് സത്യസന്ധമായൊരു ആത്മപരിശോധനയ്ക്ക് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്നാണ് ഈ ഉള്ളവൻ കരുതുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഷിർക്കിനെക്കുറിച്ച് ലുഖ്മാൻ അലൈഹിസ്സലാം, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലളുൽമുൻ അളീം, മകനെ, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. തീർച്ചയായും ഷിർക്ക് വലിയ അക്രമം തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ 31-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ ആയത്തെടുത്ത് നോക്ക് സഹോദരന്മാരെ. കർമ്മങ്ങൾ പാഴാകുന്നതിനെക്കുറിച്ചും നമ്മളിവിടെ പറഞ്ഞു. ലൈൻ അശ്റക്ത ലയഹ്ബതുന്ന അമലുക്, തീർച്ചയായും നീ പങ്കു ചേർക്കുന്ന പക്ഷം നിന്റെ കർമ്മം നിഷ്ഫലമായി പോകുകയും നീ നഷ്ടക്കാരിലാവുകയും ചെയ്യും. ഇത് പ്രവാചകന് പോലും ബാധകമാണ് എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തെറ്റു പറഞ്ഞു എന്നല്ല ഇവിടെ പറയുന്നത്. അദ്ദേഹം പറഞ്ഞതിലെ പോസിറ്റീവ് വശങ്ങളെ നാം സ്വീകരിക്കുന്നു. എന്നാൽ ഷിർക്ക് എന്ന ഏറ്റവും കൊടിയ പാതകത്തെക്കുറിച്ചുള്ള ഒരു അവയർനെസ്, ഒരു ബോധവൽക്കരണം, അതുപോലെ തന്നെ തൗഹീദ് എന്ന നിർബന്ധമായിട്ടും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറയപ്പെട്ട സ്വലാത്ത് അതുപോലെയുള്ള മറ്റുള്ള കർമ്മപരമായ കാര്യങ്ങൾ നൽകുന്നതിന് മുമ്പേ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടല്ലോ, തൗഹീദ് ഉണ്ടല്ലോ, ആ തൗഹീദ് നമ്മിൽ നിന്ന് അകന്നു പോകുന്ന, നമ്മുടെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകുന്ന ഷിർക്കുണ്ടല്ലോ, ഒരു കറുത്ത പാറയിലൂടെ കറുത്ത ഉറുമ്പ് അരിച്ചു കയറുന്നത് പോലെ നമ്മിലേക്ക് വന്നു പോയേക്കാവുന്ന ഷിർക്ക് എന്ന കൂടിയ പാതകം, അതിനെക്കുറിച്ച് കൂടി ഇതുപോലെയുള്ള ഉസ്താദുമാർ അവരുടെ പ്രഭാഷണങ്ങളിൽ പറയട്ടെ എന്നാണ്
ഈ ഉള്ളവനെ അറിയിക്കുവാനുള്ളത്. അവരത് പറയണമെങ്കിൽ 313 വക 666 വക 786 വക 6666 വക എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊണ്ട് നടക്കുന്ന മാല, മൗലൂദ്, പാളക്കിതാബുകൾ ദൂരെ കളയാതെ അവർക്ക് ഷിർക്കിനെക്കുറിച്ച് ബോധവൽക്കരണം ചെയ്യാൻ കഴിയില്ല. കാര്യം ആ ഗ്രന്ഥങ്ങളിലുള്ളത് ബിദ്അത്തും ഷിർക്കൻ വരികളുമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലോടെ ഈ വീഡിയോ അതിൻ്റെ പിന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.